എന്ത് പാക്കിങ് തുടങ്ങിയാ? അങ്ങനെ ഞങ്ങള് പിന്നെ പാക്ക് ചെയ്യുവാണ്. ബീഫാണെങ്കിൽ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. ഇത് മീൻ പൊരിച്ചത്, അതിനകത്ത് കപ്പ എല്ലാം. ഞാൻ 2 പാസ്പോർട്ട് എടുത്ത് ഞാൻ ഇതുവരെ ഗൾഫിൽ പോയിട്ടില്ല. എന്താ പോവാന്? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് ആനടിച്ച് കൊണ്ടാടി. അയ്യോ, ഒന്നും പറയണ്ട. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ആങ്ങള നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പം വന്നിട്ട് 1 മാസം പെട്ടെന്ന് അങ്ങ് പോയി. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോവാൻ തന്നെയായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ ലീവ് കുറച്ചും കൂടെ നീട്ടി കേട്ടോ. കാരണം ഞങ്ങളുടെ വന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഈ ടൂറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ നീട്ടി. അപ്പോൾ ആങ്ങള ഇന്ന് പോവാണ്. അപ്പോൾ ആങ്ങളയ്ക്ക് ഒരു ഷർട്ട് വാങ്ങണം, സർപ്രൈസ് ആണ്. ആങ്ങളയ്ക്ക് ഒരു ഷർട്ട് വാങ്ങണം, പിന്നെ അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവൻ നാട്ടിൽ നിന്ന്, അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുറേ സാധനങ്ങൾ എനിക്ക് കൊണ്ടു തന്നിട്ട് അത് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവനും തിരിച്ചു കൊടുക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പം ഞാനും ഷെഫിയും കൂടി ഇറങ്ങിയതാണ് രാവിലെ. അപ്പോൾ അതിൻ്റെ ആദ്യം എനിക്കൊന്ന് 2 മെറ്റീരിയൽ വാങ്ങാണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പോയിട്ട് അത് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ പോകണം. ഇനി വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ പെട്ടി പാക്ക് ചെയ്യണം. അവന് രാവിലെ വെളുപ്പിന് എത്ര മണിക്കാണ് ഷെവി പോകുന്നത്? 10 മണിക്കല്ലേ വേണ്ടേ ഷെവി? കുറേ ആയില്ലേ വീഡിയോയിൽ വന്നിട്ട്. രാവിലെ 10 മണിയാകുമ്പോൾ 10 മണിക്കാണ് ഫ്ലൈറ്റ്. 5:30 ആകുമ്പോൾ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ 5:30 ആകുമ്പോൾ അവനെ കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ വീഡിയോ ഇടുന്നത്. നാട്ടിൽ ഭയങ്കര മഴയാണ് കേട്ടോ. ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് കുഴഞ്ഞു പോയി. അപ്പം പിന്നെ ഞാൻ പോയിട്ട് ആദ്യം എൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ ഞാനും ഷെഫിയും കൂടി അലൻസൊള്ളിയിലെത്തി. അവിടെ നിന്ന് ഷർട്ട് വാങ്ങാമെന്നാണ് കരുതിയത്. അപ്പം 2-3 ദിവസമായിട്ടുണ്ടല്ലോ, ഇറങ്ങുമ്പോഴെല്ലാം രാവിലെ നല്ല മഴയാണ്. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി. പിന്നെ എന്തായാലും അവൻ പോകുന്ന തലേന്നെങ്കിലും ഷർട്ട് വാങ്ങിക്കൊടുത്തില്ല, മോശമല്ലേ. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നോക്കി. അതിനകത്താണെങ്കിൽ ഞങ്ങളുടെ 2 ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് ചിപ്സും വറ്റലും ഒക്കെ വാങ്ങണമായിരുന്നു. അതെല്ലാം ലൂസായിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ച് ആദ്യം ഒരു നോർമലി പാക്ക് ചെയ്താണ് കേട്ടോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഗൾഫിൽ കൊണ്ടുപോകാനാണ് സാധാരണ പാക്ക് ചെയ്യേണ്ട, കുറച്ചുകൂടെ തിക്ക് കവറിൽ പാക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ പാക്ക് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ നോക്കിയപ്പോഴല്ലേ, തൊട്ടപ്പുറത്താണെങ്കിൽ കുറേ വളകളും മാലകളും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴത്തേന് എൻ്റെ കൺട്രോൾ പോയി, പ്രത്യേകിച്ച് കുപ്പി വളകൾ കേട്ടോ. അങ്ങനെ കറുപ്പും ചുവപ്പും ഒക്കെ കുറേ മിക്സ് ചെയ്ത് കളറൊക്കെ വളകൾ വാങ്ങിയിട്ടോ. ഇത്തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, കമ്മലും മാലയും വളകളും ഒക്കെയാണ് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ബഹ്റൈനിൽ വരുമ്പോൾ അതിന് മാത്രമായിട്ടൊരു വീഡിയോ ഇട്ട് നിങ്ങളെ കാണിക്കാം. എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻ കണ്ട് നിങ്ങൾ ഞെട്ടും കേട്ടോ. ഒരുപാട് വാങ്ങിച്ചു ഡൽഹിയിലൊക്കെ പോയിട്ട്. അങ്ങനെ ഇവിടുന്ന് വളകളും മാലകളും ഒക്കെ വാങ്ങിച്ചിട്ട് ഷെവി നോക്കും, ഇതെല്ലാം കൂടെ എന്തിനാണ് ഇത്രയും കൂടെ സ്റ്റോക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് സാരി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വെയർ ചെയ്യാൻ വേണ്ടിയാണ്, റീലൊക്കെ എടുക്കും. അങ്ങനെ ഇതെല്ലാം വാങ്ങി ഇവിടുന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സമ്മാനം. Narsha, this is for you. Look. ഞാൻ ഓപ്പൺ ആക്കി നോക്ക്. സർപ്രൈസ്. ഓക്കെ, നോക്ക്. ഇഷ്ടപ്പെട്ടാ? ഇല്ല, ഓപ്പൺ ആക്കി നോക്കടേ ഒന്ന്. വലുതാണാ? എക്സൽ ആണല്ലോ. എക്സൽ ഏത്? ഇത് കമ്പനി ഷർട്ട്. അത് ഇയാൾക്കുള്ള സാധനം കൊണ്ടുപോകാനാണ്. ചിപ്സ്, ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ചീനി മറ്റല് ദിൽകുഷ് വേണ്ടായിരുന്നാ? ദിൽകുഷ്. പിന്നെ കൊണ്ട് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. നോക്ക്. പിന്നെ ഹാപ്പി ആയോ ആദർശ?
നോക്കിയേ ഷർട്ട് ഇഷ്ടപ്പെട്ടാ? ഇനി പാക്ക് ചെയ്യണ്ടേ? ഇനി വൈകിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് വൈകിട്ടേ പാക്ക് ചെയ്തോളെ. വൈകിട്ട് കാണാം. കുക്കിങ്ങിലാണല്ലോ ഉമ്മായി മോളും കൂടെ. മോൻ പോകുന്ന വിഷമത്തിലാണ് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ വെളുപ്പിനെ പോകുന്നതിന്റെ ആ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണ് കേട്ടോ. ഇത് ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞ ബീഫ് ആണെങ്കിൽ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. ഇത് വേണ്ട മീൻ പൊരിച്ചത്, അതിനകത്ത് കപ്പ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വേണ്ട. ഇതിവിടെ ആണെങ്കില് ഇത് പകുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പകുതി ബീഫ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കണം, അച്ചാറ്, പിന്നെ സാധനങ്ങളെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കണം കേട്ടാ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ ഭയങ്കരമായ ജോലിയില്ല. സാധാരണ ശരി എന്നെ ഈ സമയത്ത് അടുക്കള കേരളത്തെ ഇല്ല. ഞാൻ നാട്ടിൽ വന്നാലും ഉള്ളി റെസ്റ്റ് എടുപ്പ് അമ്മ വിശക്കുന്നേ ഫുഡ് ഇല്ലേ അമ്മ? സഹായിക്കാറുണ്ടോ അമ്മ? പിന്നെ കഴിച്ച് സഹായിക്കും കേട്ടാ. അപ്പൊ ഇന്ന് ഞാൻ വലിയ വലിയ ജോലിയിലാണ് കേട്ടാ. ഓക്കെ എങ്കിൽ നടക്കട്ടെ. ഓക്കെ അപ്പൊ നമുക്ക് പാക്ക് ചെയ്യുമ്പോ കാണട്ടെ. ഇതെല്ലാം റെഡിയാക്കി വേഗം വെക്കട്ടെ. എന്താ പാക്കിങ് തുടങ്ങിയാ? പാക്ക് ചെയ്യുവാണ് ചേട്ടാ. ഇതെല്ലാം ഇങ്ങനെ വെക്കാനാ. നാദർശ അങ്ങനെ ഞങ്ങള് പിന്നെ പാക്ക് ചെയ്യുവാണ്. നാദർശ പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോഴും ഇപ്പൊ പോകുമ്പോഴും ഞാനാണ് നാദർശാന്റെ സഹായി കേട്ടോ, ഹെൽപ്പർ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നാദർശ പെട്ടുവാക്കിയത് അല്ലോടാ. ഇത്രയും നാള് ഞാൻ ആദ്യം പോന്നിട്ട് ഇവനെങ്ങനെ അങ്ങനെ ഞാനായിരുന്നു എല്ലാം പാക്ക് എല്ലാം ചെയ്ത് കൊടുക്കും കേട്ടാ. ഇതെല്ലാം ഇടക്കിടക്ക് ഈ വീഡിയോ ആണോ നീ ഓർമ്മ ഇന്ന് ഇത്ര പാക്ക് ചെയ്തോന്ന്. അവന് വൈകിട്ട് പിന്നെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് വൈകിട്ട് കുറച്ചു നേരമായിട്ടോട് വന്നത് കേട്ടോ. അപ്പം കുറച്ച് ചിപ്സും അച്ചാറും കാര്യങ്ങളൊക്കെ കെട്ടിയോടെ വക, പെങ്ങളുടെ വക, ഉമ്മാടെ വക, എല്ലാവരുടെ വകയുണ്ട് കേട്ടാ. പാപ്പാ വരൂ വരൂ, ജോയിൻ ചെയ്യൂ. പാപ്പാടെ മിണ്ടാതിരിക്കുന്നത്. ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കാനൊന്നുമില്ല. എല്ലായിടത്തും വെച്ചോ, എല്ലായിടത്തും വെച്ച് മോനെ സഹായിക്കും. ഇത് കറക്റ്റ് ചെയ്ത് വെച്ചോ. ഉടുപ്പിന്റെ മേല് വെക്കാനാ? ഉടുപ്പ് മേലേക്കാനാ? അനുവ മേല് വെക്കാനാ? എടുത്തു വെച്ചു, ഞാൻ എടുത്തു വെച്ചു. എടാ ഇങ്ങനെ ചരിച്ച് സൈഡോട്ട് വെച്ചാൽ മതിയല്ലേ? നടക്കാ എന്നെ ഇങ്ങനെ നടക്കട്ടെ. അല്ല മറ്റേ ഞാൻ 2 പാസ്പോർട്ട് എടുത്ത് ഞാൻ ഇതുവരെ ഗൾഫിൽ പോയിട്ടില്ല. 2 പാസ്പോർട്ട്, ഒന്ന് 15 കൊല്ലം, ഒന്ന് 10 കൊല്ലം. അന്ന് ഗൾഫ് എന്ന് പറയുമ്പോ ഭയങ്കര പൊന്നു വിളയുന്ന നാടായിരുന്നു. അന്ന് അങ്ങനെ ആഗ്രഹിച്ച് 2 വട്ടം പറ്റിയില്ല. ആഗ്രഹം മക്കള് 2 പേരെ നിറവേറ്റി. പഠിച്ചവൻ അങ്ങ് അച്ഛൻ വരെ ആയുസ് ആരോഗ്യം നീട്ടി കൊടുക്കട്ടെ. പഠിച്ചവൻ എനിക്ക് ആഗ്രഹം എനിക്ക് സഹായിക്കാനുള്ള എന്റെ മക്കള് നമുക്ക് സഹായിച്ചാണ്. പഠിച്ചവനെന്ന് നിലനിർത്തേ. നിങ്ങൾ നന്നായി വാ, നമ്മക്ക് പിന്നെ എങ്ങനെങ്കിലും പോവാ. കാര്യം എനിക്ക് ആ മണ്ണിൽ പഠിച്ചവന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല. ഞങ്ങളങ്ങനെ നാദർശായ പിന്നെ യാത്രയാക്കാൻ വേണ്ടി എല്ലാവരും പോകുമ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 5 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു. സോറി 4:30 ഇറങ്ങട്ടെ, 5 മണിയാവുന്നു. ഇറങ്ങട്ടെ. ആദ്യം ഞാനും ഷെഫിയും മാത്രം പോകാമെന്ന് കരുതിയതാണ് കേട്ടോ. പിന്നെ ഉമ്മയും സമയമായപ്പോൾ ഉമ്മയ്ക്കും വാപ്പാക്കും എല്ലാവർക്കും വരണമെന്നുള്ള ആഗ്രഹം വന്നിട്ട്. ഇപ്പം ചെറിയ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും കൂടി പോകാനുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടിയാണ് പോയത്. കാരണം തിരിച്ചു വരുമ്പോൾ നാദർശം ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുവരെ ഉമ്മ ഓക്കെ ആയിരുന്നു കേട്ടോ. എയർപോർട്ടിലോട്ട് എത്തിയപ്പോഴത്തേനും ഉമ്മയുടെ കയ്യിൽ നിന്ന് പോയി. വാപ്പ പിന്നെ അധികം അങ്ങനെ കരയത്തില്ല കേട്ടോ. വാപ്പായ്ക്ക് അബ്ദുള്ള ഉമ്മ മാത്രമാണ് കൂടുതൽ സങ്കടം. ഉമ്മ ആണെങ്കിൽ ഫുള്ള് കരച്ചിലായിരുന്നു, ഫുള്ള് സീനായിരുന്നേ. പിന്നെ അവൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം അവൻ്റെ ലഗേജ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ചെക്ക് ചെയ്തപ്പം കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ അത് പുറത്ത് തന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പം അവനെ യാത്രയാക്കി ഞങ്ങൾ വേണ്ട തിരിച്ചു പോകാം. അമ്മാനെ ആദർശായ യാത്രയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് ലഗേജ് കൂടുതലായിരുന്നു. അങ്ങനെ അത് കറക്റ്റ് ചെയ്ത് അൽഹംദുലില്ല ഇങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ബഹ്റൈൻ എന്നുള്ളൊരു ഫ്രണ്ടുണ്ട് ഇവിടെ കേട്ടോ. ഒരു പിന്നെ
പരിസരത്താണ്. അപ്പോൾ ചേച്ചിയെ കണ്ടിട്ട് ഞങ്ങൾ അതുവഴി അങ്ങ് പോവാം. അങ്ങനെ ഞങ്ങൾ പോയ വഴിക്ക് ഒരിടത്തു നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. കടകളെല്ലാം ക്ലോസ് ആയിരുന്നു കേട്ടോ, കാരണം രാവിലെ 8:30 മണിയായതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പിന്നെ ഹോൾസെയിലായിട്ടൊരു ഷോപ്പിൽ കണ്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ ഷീബ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട്, ഇത് എൻ്റെ കൂടെ ബഹ്റൈനിലുള്ളതാണ് കേട്ടോ. ഞങ്ങളൊരു ഭയങ്കര സ്നേഹമാണ് ചേച്ചിയുടെ. അപ്പോൾ ചേച്ചി ഇപ്പോൾ വന്നിട്ട് കൈൻ്റെ ഒരു ചെറിയ ഓപ്പറേഷന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ 6 മാസം അയാൾ തിരിച്ച് വന്നിട്ടില്ല. ആ ടൈമിലായിരുന്നു മറ്റേ മിസൈലിൻ്റെയൊക്കെ പ്രോബ്ലം വന്നതേ. അങ്ങനെ ചേച്ചി നാട്ടിലായിരുന്നു. അങ്ങനെ കുറേ ആയി കണ്ടിട്ട്. അങ്ങനെ ഞാൻ എപ്പോഴും കഴിഞ്ഞ തവണ ഞങ്ങൾ എയർപോർട്ടിൽ പിന്നെ അങ്ങനെ എടുക്കാൻ പോയപ്പം അത് നെടുമ്പാശ്ശേരിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന ടൈമിലാണെങ്കിൽ ട്രിവാൻഡ്രം അന്നേരം ചോദിച്ചെന്താ വീട്ടിൽ കയറാഞ്ഞത്, കാരണം ട്രിവാൻഡ്രം എയർപോർട്ടിന് അടുത്താണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ആങ്ങളെ തിരിച്ചു വിടുമ്പോൾ അവിടെ കയറാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോയി തിരിച്ച് ഞങ്ങളവിടെ വന്നു. അപ്പോഴത്തേനും ചേച്ചിയാണ് ഞങ്ങൾക്ക് ദോശയും കറികളും അതുപോലെ മുട്ട ഓംലേറ്റും ചായ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു, തിരിച്ചു വരുന്ന കാര്യം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഷെഫിയുടെ വീട്ടിലൊന്ന് കയറണം. അങ്ങനെ നമ്മൾ ഷെഫിയുടെ വീട്ടിലെത്തി കേട്ടോ. അവിടെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളായിരുന്നു. അനിയനും അനിയത്തിയെല്ലാം പുറത്തു വരെ പോയിരുന്നായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു ഷെഫിയുടെ വീട്ടിൽ പോയ വീഡിയോ ഇട്ടില്ലേ എന്ന്. അവിടെ പോകാറുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാറില്ല കേട്ടോ, അതാണ് സത്യം. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളെല്ലാം ചോദിച്ചല്ലേ, അപ്പോൾ ഉമ്മാൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മാനെ കാണാം. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ആങ്ങളെ തിരിച്ചു പോയതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നാട്ടിലൊക്കെ ആയതുകൊണ്ട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ.